ചീക്കോട് ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയുടെ പുനർനിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 13/2/26 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. ചടങ്ങിൽ ടി വി ഇബ്രാഹിം MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചീക്കോട് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ആശംസകൾ നേർന്ന് സംസാരിക്കും. സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ശിവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സക്കറിയ സാദിഖ്, ഖൈറുനീസ കള്ളിവളപ്പിൽ, സമദ് പൊന്നാട്, മുഹമ്മദ് അലി മാസ്റ്റർ, നീതു വിജീഷ്, മുഹമ്മദ് ബഷീർ EK, KV ഹംസ, കോയക്കുട്ടി ഒരപ്പിങ്ങൽ, റിയാസ് ഓമാനൂർ, അഡ്വക്കേറ്റ് ഷിഹാബ്, ദാമോദരൻ, മുബഷിർ ഓമാനൂർ, ഷാവുൽ ഹമീദ്, വെറ്റിനറി സർജൻ ജിഷ M ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ചീക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ചിരകാല സ്വപ്നമായ വെറ്ററിനറി ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനം 13/2/2026 വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട TV ഇബ്രാഹിം സാഹിബ് MLA അവർകളാണ്. അതിൽ മുഖ്യാതിഥിയായി പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PA ജബ്ബാർ ഹാജി അവർകളാണ് നിർവഹിക്കുന്നത്. പ്രസ്തുത പരിപാടിയിലേക്ക് എല്ലാ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളുകയാണ്. പഴയ ജീർണിച്ച കെട്ടിടമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് പുതുക്കി പണിയുക എന്നുള്ളത് ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് മുമ്പ് തന്നെ അതിൻ്റെ എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി PWD ഡിപ്പാർട്ട്മെൻറ്റിൽ സമർപ്പിച്ചിരുന്നു. MLA മുഖേന ബഹുമാന്യനായ TV ഇബ്രാഹിം MLAയുടെ ശ്രമഫലമായിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ മൃഗസംരക്ഷണ വകുപ്പിന് അലോട്ട് ചെയ്ത ഫണ്ടിൽ നിന്നും ഈ ബിൽഡിംഗ് നിർമ്മാണത്തിനുള്ള 85 ലക്ഷം രൂപയോളം നമുക്ക് ലഭ്യമാക്കാൻ സാധിച്ചത്. PWD ബിൽഡിംഗ് ഡിവിഷൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. വളരെ മനോഹരമായ കെട്ടിടവും ഏറ്റവും സൗകര്യങ്ങളുമുള്ള ഇന്ന് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഒരു മൃഗാശുപത്രി കെട്ടിടമാണ് ചീക്കോട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. പഴയൊരു കെട്ടിടം എന്ന് പറയുന്നത് കുറച്ച് കാലപ്പഴക്കം വന്നതായിരുന്നു. പിന്നെ ഇപ്പം തന്നെ നമ്മളൊരു വൺ ഹെൽത്ത് ഇതിലേക്ക് മൃഗചികിത്സയൊക്കെ മാറിയിട്ടുണ്ട്. വൺ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഏകീകൃത ആരോഗ്യ സംരക്ഷണമാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും ഗുണകരമാകുന്ന രീതിയിലുള്ള ഒരു ആരോഗ്യ സംരക്ഷണമാണ്. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ മൃഗസംരക്ഷണ മേഖലയിലും എല്ലാ രീതിയിലും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസും സർജറി യൂണിറ്റുകളൊക്കെ ഇപ്പം എല്ലായിടത്തും വികസിച്ച് വരുന്നുണ്ട്. അപ്പം അതിനൊരു സ്ഥലവും കൂടെ നമ്മുടെ മൃഗാശുപത്രിയിൽ സജ്ജമായിട്ടുണ്ട്. അപ്പോൾ ഭാവിയിലേക്ക് കുറച്ചും കൂടെ വികസന പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ ചെറിയ ഫണ്ടിൽ നമുക്ക് എന്താ പറയുക, ഒരു കെട്ടിടം പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ തുടർ വികസനങ്ങളും ആവശ്യമാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസും സർജറി യൂണിറ്റുകളൊക്കെ സജ്ജീകരിക്കാൻ ഭാവിയിൽ സാധിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സാധ്യതകൾ എന്ന് പറയുന്നത്. പിന്നെ കുറച്ചും കൂടെ വിപുലമായിട്ടൊരു എന്താ പറയുന്നത്, ഒരു എക്സ്റ്റൻഷൻ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ കൂടുതൽ എന്താ പറയുന്നത് സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കാൻ രീതിയിലുള്ള ഒരു ഹാളൊക്കെ സജ്ജീകരിക്കാൻ അവിടെ ഇനിയും സ്ഥലമുണ്ട്. അപ്പം അതിൻ്റേതായ രീതിയിലുള്ള എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസിനും കൂടെയുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് നടക്കേണ്ടതുണ്ട്. പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് K ശിവൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സമദ് പൊന്നാടി, വെറ്റിനറി സർജൻ ജിഷ M ജോസ്, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ രോഹിത്, അബ്ദുറൌഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 10 ചീക്കോട്. വാർത്തകൾ നേരത്തെ അറിയാൻ Facebook പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.